അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റജബ് മാസം വരുകയാണ്. ശരീരത്തിനെ ശുദ്ധീകരിക്കാനുള്ള മാസമാണ്. റജബ് മാസത്തിലെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റജബ് മാസം വന്നാൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വളരെ വലിയ സന്തോഷമാണ്. റജബ് മാസത്തിൽ ഈ ദുആ നിങ്ങൾ മറക്കരുത്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. എന്ന ഈ ദുആ റജബ് മാസം തുടങ്ങുന്നത് മുതൽ നിങ്ങൾ പതിവാക്കുക. ഈ ദുആ മറന്നു പോകാതെ പറയണം. ശരീരത്തെ ശുദ്ധീകരിക്കുന്ന മാസമാണ് റജബ് മാസം. എങ്ങനെയാണ് ശരീരത്തെ ശുദ്ധീകരിക്കുന്നത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് പറയാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഏറ്റവും വലിയ ശുദ്ധീകരണമാണ് വേണ്ടത്. നമ്മുടെ നാവിനെയും ഹൃദയത്തെയുമാണ് ഒരു മനുഷ്യൻ അവൻ്റെ അവയവങ്ങളിൽ സൂക്ഷിക്കേണ്ടത്. അത് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അവൻ്റെ ശരീരം ശുദ്ധിയാവുന്നതാണ്. നരകത്തിൽ നിന്ന് അവനിക്ക് മോചനം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസിൽ കാണാം, നരകത്തിൽ കിടക്കുന്ന 80% ആളുകളും അവൻ്റെ നാവിനെ സൂക്ഷിക്കാത്തവരാണ്. നാവ് കൊണ്ട് പറയേണ്ട നല്ല കാര്യങ്ങൾ കേൾക്കാം. ഏത് നല്ല കാര്യം ചെയ്താലും ബിസ്മി ചൊല്ലണം. 2. ഭാവി കാര്യം തീരുമാനിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയണം. ഒരാൾ നമ്മെ പുകഴ്ത്തുമ്പോൾ സുബ്ഹാനല്ലാഹ് പറയണം. അഭിനന്ദനം പ്രകടിപ്പിക്കുമ്പോൾ മാഷാ അല്ലാഹ് എന്ന് പറയണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ ഇൻഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയണം. ഏത് നല്ല കാര്യവും ജീവിതത്തിൽ സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറയണം. റജബ് മാസം വളരെ പ്രത്യേകതയുള്ളതും മഹത്വമേറിയ മാസമാണ്. റജബിൽ ചൊല്ലേണ്ടതും പറയേണ്ടതുമായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പതിവാക്കുക. ഇനി വരുന്ന മാസങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന മാസങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പകർത്തുക, പ്രയോജനപ്പെടുത്തുക. റജബിനുള്ള മുന്നൊരുക്കം ആദ്യം നമ്മുടെ ശരീരം നന്നാക്കലാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.